ഇപ്പൊ ദേവുട്ടിക്ക് അമ്മയുടെ കണ്ണുകളെ കുറിച്ച് അറിയണം അല്ലേ? അമ്മയുടെ കണ്ണുകളെ കുറിച്ച് മാത്രം അറിഞ്ഞാ മതിയോ? പോരാ വിദ്യാമ്മേ, അത് മാത്രം പോരാ. എനിക്ക് അമ്മയെക്കുറിച്ച് എല്ലാം അറിയണം. അമ്മയുടെ എല്ലാ കാര്യങ്ങളും അറിയണം. പറയാം. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ദേവീഭാവത്തിന്റെ 3 ഭിന്ന ഭാവങ്ങൾ, 3 ചൈതന്യങ്ങൾ. ഈ 3 ചൈതന്യങ്ങളും ഏകമായി സമന്വയിക്കപ്പെടുന്നതാണ് മൂകാംബികാമ്മയുടെ സങ്കല്പം, സ്വരൂപം. എങ്ങനെയാ വിദ്യാമ്മേ ഈ സങ്കല്പം ഉണ്ടായി വന്നത്? അത് സ്വയംഭൂവായ സങ്കല്പമാണോ? ആ സങ്കല്പം അനാദിയായ സങ്കല്പമാണ്. എങ്കിലും അത് ഭൂമിയിൽ ദർശിക്കപ്പെട്ടിരുന്നില്ല. ആദ്യമായിട്ടത് ദർശിക്കുന്നത് ശങ്കരാചാര്യസ്വാമികളാണ്. ആചാര്യസ്വാമികളുടെ ജ്ഞാനദൃഷ്ടിയിൽ ദേവി സ്വയം തന്നെ വെളിപ്പെടുകയായിരുന്നു. മന്ത്രദൃഷ്ടാക്കളും ദർശന പടുക്കളുമായ പ്രാചീന ഋഷിവര്യന്മാരെ പോലെ ശങ്കരാചാര്യരും തന്റെ സങ്കല്പത്തിൽ തെളിഞ്ഞു വന്ന ദേവിയെ ബിംബത്തിലേക്ക് ആവാഹിക്കുകയായിരുന്നു. ഇതുവരെ ആ ദേവി വിഗ്രഹം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് വേണ്ടി അമ്മയുടെ വിഗ്രഹ സ്വരൂപത്തെ പറ്റി ഒന്ന് പറയാമോ? പറയാം. സിംഹവാഹനത്തിൽ പത്മാസനസ്ഥയായാണ് ദേവി വാണരുളുന്നത്. ചതുർബാഹുക്കൾ, പിന്നിലെ 2 കൈകളിലും ശംഖും ചക്രവും. അഭയമുദ്രയോട് കൂടിയ വലത് കൈ, വരദമുദ്രയോടെ താഴ്ത്തിപ്പിടിച്ചിരിക്കുന്ന ഇടത് കൈ. വിദ്യാമ്മേ, അമ്മയുടെ 2 കണ്ണുകളും 2 ദിശയിലേക്കാ നോക്കുന്നത്. അതെന്തുകൊണ്ടാ? അത് ദേവിയുടെ മറ്റൊരു വിശേഷമാണ്. സഹസ്രാര പത്മത്തിലേക്ക് ലക്ഷ്യം വെക്കുന്ന വലത് കണ്ണ്, താഴേക്ക് ലക്ഷ്യം വെക്കുന്ന ഇടത് കണ്ണ്. സഹസ്രാര പത്മത്തിലേക്ക് നോക്കുന്ന വലത് കണ്ണിലൂടെ പ്രപഞ്ച ചലനങ്ങളെ ആകമാനം നിരീക്ഷിക്കുകയാണ് ദേവി. താഴേക്ക് പതിക്കുന്ന ഇടത്തെ കണ്ണോട്ടത്തിലൂടെ ഭക്തരുടെ ക്ഷേമ ഐശ്വര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നു. ദേവി, അമ്മേ, എനിക്ക് കേട്ടിട്ട് തന്നെ ആകെ കുളിരി പോരുന്നു. കേൾക്കുമ്പോൾ ഇങ്ങനെ രോമാഞ്ചം ഉണ്ടാവുന്നെങ്കിൽ നിനക്ക് ദേവിയെ കാണുമ്പോൾ മോഹാലസ്യം തന്നെ വരുമല്ലോ. കാണും, ദേവിയെ കാണും ഞാൻ. അതിനുള്ള സാഹചര്യം ദേവി തന്നെ ഒരുക്കട്ടെ. എന്റെ പ്രതിജ്ഞ പാലിച്ചുകൊണ്ട് ദേവിയെ കാണാനുള്ള അവസരം ദേവി തരട്ടെ. വിദ്യാമ്മേ, വിദ്യാമ്മ പറ, ദേവി സന്നിധിയിലെ മറ്റു കാര്യങ്ങൾ പറ. ദേവിയുടെ ആഭരണങ്ങളെ കുറിച്ച് പറയാം. 2 കാതുകളിലും ആഭരണങ്ങളായി അണിഞ്ഞിരിക്കുന്നത് ശ്രീചക്രമാണ്. വൈരത്തിന്റെ മൂക്കുത്തി, ശിരസിൽ സംഹാരേശ്വരനായ ശിവൻ. ഇതാണ് ശങ്കരാചാര്യർ ദർശിച്ച ദേവി. ആചാര്യപാദർ തന്നെയാണ് ഇതിവിടെ പ്രതിഷ്ഠിച്ചത്. എന്നാൽ അതിനേക്കാൾ പുരാതനമായ മറ്റു ചിലതുണ്ടിവിടെ. അതെന്താ? അതാണ് സ്വയംഭൂവായ ജ്യോതിർലിംഗം. അതും ഏകരൂപമായ ഒരു ശിവലിംഗ സ്വരൂപമല്ല. പിന്നെ എന്താ അതിന്റെ പ്രത്യേകത? ആ ജ്യോതിർലിംഗവും ബഹുമുഖമായ ദേവീ ചൈതന്യം ഉൾക്കൊള്ളുന്നതാണ്. എന്നുവെച്ചാ, അതായത് ആ ജ്യോതിർമയ ലിംഗത്തിന്റെ ഇടതുവശം ശ്രീദേവി സങ്കല്പത്തിന്റെ ശക്തിഭാവത്തിന്റെ മൂർത്തീകരണമാണ്. അതായത് കാളി, ലക്ഷ്മി, സരസ്വതി എന്നീ 3 ദേവിമാരുടെ സംയോഗം. അപ്പോ അതിന്റെ വലതുവശത്തോ? അവിടെ എന്ത് സങ്കല്പം? വലതുഭാഗം ത്രിമൂർത്തി സങ്കല്പമാണ്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ സാന്നിധ്യം. ഇങ്ങനെ ത്രിമൂർത്തി സാന്നിധ്യം ഉണ്ടെങ്കിലും പ്രാധാന്യം ദേവിക്ക് തന്നെയാ. എത്ര വലിയ സത്യങ്ങളാ ഈ വിഗ്രഹത്തിൽ തന്നെ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഭക്തന്മാർ ഇതൊക്കെ അറിയുന്നുണ്ടോ വിദ്യാമ്മേ? അറിയുന്നവരുണ്ട്, എന്നാ അറിയാത്തവരാണ് ഏറെയും. അതൊക്കെ അറിഞ്ഞേ തീരുമെന്ന് നിർബന്ധമൊന്നുമില്ല. ഭക്തൻ ദേവിയിൽ നിഷ്കളങ്കമായി ഭക്തി സമർപ്പിക്കുക എന്നതാണ് സത്യം. ഭക്തന്റെ നിഷ്കളങ്കമായ ഭക്തിയിലായിരിക്കും ദേവി എപ്പോഴും പ്രസാദിക്കുക. അതുകൊണ്ട് ഓരോരുത്തരും നിഷ്കളങ്ക ഭക്തിയോടെ ദേവിയെ ഭജിക്കുക. അതിലൂടെ തീർച്ചയായും ഫലം കൈവരും.
ഇതെനിക്ക് വേണ്ട. ഇതവർക്ക് തിരികെ കൊടുക്കണം. ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. എങ്ങനെയെങ്കിലും അവരുടെ കയ്യിലെത്തിക്കണം.